62 ലക്ഷം രൂപയുമായി തമിഴ്നാട് സ്വദേശി പിടിയിൽ. വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ശനിയാഴ്ച രാവിലെ നടത്തിയ വാഹന പരിശോധനയിലാണ് KSRTC ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവ് പിടിയിലായത്. തമിഴ്നാട് കോയമ്പത്തൂർ സെൽവപുരം സ്വദേശി നാഗരാജനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാവിലെ 7:10 എക്സൈസ് വിഭാഗം ഗൂഡല്ലൂർ പെരിന്തൽമണ്ണ റൂട്ടിലെ KSRTC ബസിൽ പരിശോധന നടത്തുകയായിരുന്നു. എക്സൈസിന്റെ പരിശോധനയിൽ പരിഭ്രാന്തനായ നാഗരാജനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പണം കണ്ടെടുത്തത്. 500 രൂപ അടങ്ങിയ 50,000 രൂപയുടെ 125 കെട്ടുകളും 200 രൂപയുടെ 17,800 രൂപ അടങ്ങിയ ഒരു കെട്ടുമാണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. സ്വർണ്ണപ്പണിക്കാരനാണ് നാഗരാജ്. എഴുത്ത് ലോട്ടറിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പ്രതിയെയും പണവും എൻഫോഴ്സ്മെന്റ് വിഭാഗം കൈമാറുമെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. ഇൻസ്പെക്ടർക്ക് പുറമെ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PP പ്രമോദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ N ഷെരീഫ്, A വിഷ്ണുജിത്ത്, PM സനു എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. നടക്കാനിരിക്കുന്ന ഇലക്ഷന്റെ മുന്നോടിയായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വളരെയധികം ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാർച്ചിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന്റെ ഭാഗഭാരം പല സ്ഥലങ്ങളിൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചുള്ള വാഹന പരിശോധനയും വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന് രാവിലെ 7:10 മണിക്ക് ഗൂഡല്ലൂർ പെരിന്തൽമണ്ണ റോഡിലോടുന്ന KSRTC ബസ്സിൽ നിന്നും ഞങ്ങൾ വാഹനം പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഞങ്ങളെ കണ്ട് ഭയപ്പെടുകയും ടെൻഷനാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഞങ്ങൾ ടിയാന്റെ ബാഗ് തുറന്ന് പരിശോധിച്ചതിൽ അതിൽ 500 ഡെനോമിനേഷൻ വരുന്ന 50,000-ന്റെ 125ഓളം കെട്ടുകളും 200 രൂപയുടെ 89ഓളം നോട്ടുകളും ആകെ 62,67,800 രൂപയും കണ്ടെടുത്തിട്ടുള്ളതാണ്. ഇയാളെ കണ്ടെടുത്ത ഒരു കോയമ്പത്തൂർ സ്വദേശിയായ നാഗരാജ് 39 വയസ്സ് കണ്ടെടുക്കുന്നതാണ്. ഇയാൾക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള സോഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇയാൾക്കില്ല വ്യക്തമായിട്ട് പറയാം. നമ്മൾ ഇനിയിപ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് അതോറിറ്റിക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഈ ചാനൽ വഴിക്കടവ്. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.